ലോകത്തിലെ തന്നെ അതിപുരാതനങ്ങളായ ചരിത്ര പ്രാധാന്യമുള്ള 4 മതങ്ങളുടെ സ്വാധീനം കൈലാസത്തെ 4 പാടു നിന്നും ചുറ്റിവരിയുന്നുണ്ട്. വിശ്വാസങ്ങളുടെ ആത്മബോധത്തിന്റെ കാവൽ ദേവനാണ്, ഗുരുവാണ് കൈലാസം. ഹിന്ദുവും ബൗദ്ധനും ഘടികാര ദിശ പോലെ ഇടത്തുനിന്ന് വലത്തോട്ട് പരിക്രമണം ചെയ്യുന്നതാണ് പതിവ്. എന്നാൽ ജൈനരും ബൗൺസരും എതിർഘടികാര ദിശയിൽ, അതായത് വലത്തുനിന്ന് ഇടത്തോട്ടാണ് കൈലാസ പരിക്രമണത്തിനായി നടക്കുന്നത്. തന്ത്രബൗദ്ധത്തിന്റെ പുണ്യഭൂമിയാണ് കൈലാസം. ഋതുക്കളുടെ മായികാഭ്യാസം വശമുള്ള ഇവിടം തന്ത്രബൗദ്ധത്തിന്റെ ഈറ്റില്ലമായി കരുതുന്നു. ബൗദ്ധമതക്കാരുടെ ധ്യാനദേവതയായ, അതായത് തന്ത്രധ്യാനത്തിലെ ദേവനായ ഡെംചോങ് കൈലാസവാസി എന്ന് കരുതപ്പെടുന്നുണ്ട്. ബൗൺ വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ച് ആ മതസ്ഥാപകനായ ഷെൻറാബ് സ്വർഗത്തിൽ നിന്നും വന്നിറങ്ങിയതും കൈലാസത്തിലേക്കാണ്. ജൈനരുടെ ഋഷഭനാഥനും ഹൈന്ദവരുടെ ശിവനും കൈലാസത്തെ പിന്നെയും പിന്നെയും പവിത്രമാക്കുന്നുണ്ട്. പ്രകൃതി സൗന്ദര്യം കൊണ്ടും വിശ്വാസത്തിന്റെ ദാർശനിക സ്വഭാവം കൊണ്ടും കൈലാസത്തെ സ്വർഗത്തിലേക്കുള്ള വാതിലെന്ന് വിശേഷിപ്പിക്കാറുണ്ട്. എന്തുകൊണ്ടും ഈ ഭൂമിയിൽ അങ്ങനെ ഒരു വിശേഷണത്തിന് യോഗ്യമായ ഇടം കൈലാസമാണ്, കൈലാസം മാത്രമാണ്. സാഹസിക സഞ്ചാരികളും പർവ്വതാരോഹകരുമാണല്ലോ പൊതുവിൽ പർവ്വതങ്ങളെ തേടി ചെല്ലാറുള്ളത്. എന്നാൽ കൈലാസത്തിന്റെ കാര്യത്തിൽ നേരെ മറിച്ചും സംഭവിക്കാറുണ്ട്. സാധാരണക്കാരായ യാത്രികർ ഈ മഹാപർവ്വതം തേടി ചെല്ലാറുണ്ട്. ഈ വിവിധങ്ങളായ വിശ്വാസി സമൂഹങ്ങളുടെ സ്വപ്നഭൂമിയാണ് കൈലാസം. ഒരു തവണയെങ്കിലും, ഏറെക്കുറെ ഒരു തവണയൊക്കെ തന്നെയല്ലേ അവിടെ എത്തിച്ചേരാൻ സാധിക്കൂ. അങ്ങനെ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന കൈലാസവുമായി ബന്ധപ്പെട്ട 4 മതവിശ്വാസ സമൂഹങ്ങളിലുള്ള മനുഷ്യർ കുറവായിരിക്കും. അത്രത്തോളം ആ മഹാപർവ്വതം മനുഷ്യരെ തന്നിലേക്ക് ആകർഷിക്കുന്നുണ്ട്. ഏറെ വ്യത്യസ്തമായ ആ ഭൂമി സ്വർഗത്തിലേക്കുള്ള പടിവാതിൽ തന്നെയാണെന്ന് ഈ വ്യത്യസ്തമായ വിശ്വാസി സമൂഹങ്ങളെല്ലാം വിശ്വസിക്കുന്നു. പഞ്ചപാണ്ഡവരും ദ്രൗപദിയും കടന്നുപോയ വാനപ്രസ്ഥ വീഥിയും യുധിഷ്ഠിരൻ കടന്ന സ്വർഗ കവാടവും ഇവിടെ തന്നെയാണെന്നൊരു വിശ്വാസവുമുണ്ട്. ഭൂമിക്കും സ്വർഗത്തിനും ഇടയ്ക്കുള്ള പ്രതലമായാണ് ആ മതങ്ങളെല്ലാം കൈലാസത്തെ കാണുന്നത്. മോക്ഷത്തിന്റെ ഭൂമിയാണത്രേ കൈലാസം. ഇവിടെ എത്തിച്ചേരുക എന്നത് എക്കാലവും കഠിനമായിരുന്നു. അന്നും സൗകര്യങ്ങൾ ഏറെ കൂടിയ ഇന്നും അതിന് മാറ്റമൊന്നുമില്ല. ഇന്ത്യയും ചൈനയും ടിബറ്റുമെല്ലാം കൈലാസത്തിൽ അവകാശമുന്നയിക്കുന്നുണ്ട്. എന്തു ചെയ്യാൻ, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന പഴഞ്ചൊല്ലിന് ഇന്നും പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല. അതിനെ ശരിവെക്കും വണ്ണം ചൈന വളരെ ശക്തമായി തർക്കിച്ചുകൊണ്ട് കൈലാസ ഭാഗത്തെ തങ്ങളുടെ അധീനതയിൽ നിർത്താൻ ശ്രമിക്കുന്നു. എങ്കിലും രാജ്യങ്ങളും മതങ്ങളും ഏറെക്കുറെയൊക്കെ രമ്യതയിൽ കൈലാസത്തെ സമമായി അവകാശപ്പെടാനും സന്ദർശിക്കാനും ആഗ്രഹിക്കുന്നു. കൈലാസത്തിലേക്ക് ഇവരെല്ലാം പോകുന്നത് പർവ്വതാരോഹണത്തിനാണെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. കൈലാസത്തെ കണ്ടു തൊഴാനും പരിക്രമണം ചെയ്യാനും പൂജകൾ അർപ്പിക്കാനുമാണ് ഈ യാത്രകൾ നടത്തുന്നത്. ആരെയും മോഹിപ്പിക്കുന്ന ആ ഭൂമിയിൽ എത്തിപ്പെടുമ്പോൾ മനസ്സിൽ എന്തെന്നില്ലാത്ത നിറവുണ്ടാകുന്നതായാണ് അവിടം സന്ദർശിച്ചവരെല്ലാം പങ്കുവച്ച അവരുടെ അനുഭവം. വെയിലിലും നിലാവെളിച്ചത്തിലും കൈലാസത്തിന് വ്യത്യസ്തമായ ഭാവമാണ്. അതിന്റെ സൗന്ദര്യാത്മകതയിലും വ്യത്യാസം വരുന്നുണ്ട്. ഈ അത്യാധുനിക കാലത്തും അതികഠിനമാണ് കൈലാസയാത്ര. ഭൂമിയിൽ എവിടെയും ജയിച്ചു കയറാനുള്ള മനുഷ്യന്റെ ത്വരയെ തകർത്തെറിയുന്ന പല ഇടങ്ങളുമുണ്ട് ഈ ഭൂമിയിൽ തന്നെ. ചന്ദ്രനിലും മറ്റ് ഗ്രഹങ്ങളിലുമൊക്കെ കയറിച്ചെന്ന മനുഷ്യരുടെ കാൽച്ചുവടുകളെയും ദൃഷ്ടിപഥങ്ങളെയും വിലക്കേർപ്പെടുത്തിയ ഇടങ്ങൾ, അതും മനുഷ്യർ വസിക്കുന്ന ഈ ഭൂമിയിൽ തന്നെ എന്നത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ഇടങ്ങളിൽ പ്രധാനപ്പെട്ട ഒരിടമാണ് കൈലാസം. മിസ്റ്റിക് കൊണ്ടൊരു മൂടൽ മഞ്ഞുപാളിയുണ്ട് കൈലാസത്തിനെന്ന് പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മനുഷ്യന്റെ വാശികളോട് മുഴുവൻ ഏറ്റുമുട്ടുന്ന പ്രകൃതി, മനുഷ്യന് പരിവർത്തനപ്പെടുത്താനാകാത്ത ഈ ഭൂമിയിലെ അത്യപൂർവമായ ഒരിടമാണ് കൈലാസം. എന്നിട്ടും ആ ഒരിടത്തേക്ക് കടന്നു ചെല്ലാൻ കോടിക്കണക്കിന് മനുഷ്യർ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കൈലാസയാത്ര അത് മോക്ഷത്തിലേക്കുള്ള യാത്രയത്രേ. ചക്രസൻവര തന്ത്രത്തിന്റെ ഹൃദയഭൂമിയായി ബൗദ്ധർ കാണുന്ന കൈലാസത്തിന്റെ പ്രകൃതിപരമായ സവിശേഷതകളെല്ലാം അവർക്ക് താന്ത്രിക് ബൗദ്ധതയുടെ ഭാഗമാണ്. മഹാതാന്ത്രികരായ ബൗദ്ധരുടെ ഇഷ്ടഭൂമിയാണ് കൈലാസം. ഹിന്ദു തന്ത്രാരാധനയുടെ ഭൂമിയും കൂടിയാണ് കൈലാസം. യോഗീന്ദ്രന്മാർ ഈ കഠിന കാലാവസ്ഥകളിലും അതിന്റെ പല ഭാഗത്തായി വസിക്കുന്നു. കൈലാസം എന്നതൊന്നല്ല. അതിലേക്കുള്ള യാത്രയിൽ കൈലാസവുമായി ബന്ധപ്പെട്ട് പലതും സന്ദർശിക്കേണ്ടതുണ്ട്.
അതെല്ലാം കൂടിച്ചേരുമ്പോഴാണ് കൈലാസ ദർശനം പൂർണ്ണമാകുന്നത്. കൈലാസഭൂമിയുടെ സമസ്ത സൗന്ദര്യങ്ങളും പ്രതിഫലിപ്പിക്കുന്ന തടാകമാണ് മാനസ സരോവർ. മലയാളത്തിൽ നാം അതിനെ മാനസ സരോവരം എന്നാണല്ലോ പറയാറുള്ളത്. കൈലാസത്തിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നത് മാനസ സരോവരമാണെന്ന് കാളിദാസൻ പരാമർശിച്ചിട്ടുണ്ട്. ഭൂമിയിലെ അതിസുന്ദരമായ നിലക്കണ്ണാടി എന്നതിനെ വിശേഷിപ്പിച്ചാലും അധികമാവില്ല. അതൊരു ശുദ്ധജല തടാകമാണ്. അതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഭൂമിയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകവും മാനസ സരോവരമാണ്. അതിവിശിഷ്ടവും ബൃഹത്തുമായ തടാകത്തിന് എങ്ങനെയാണ് ഈ പേര് വന്നത് എന്നറിയാമോ? അതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? സരോവരം എന്നാൽ പൊയ്ക, തടാകം എന്നൊക്കെയാണ് അർത്ഥം. മാനസ് എന്നാൽ മനസ്സ് എന്നു തന്നെ. മനസ്സിലുണ്ടായ തടാകം യാഥാർത്ഥ്യമായതായിരുന്നുവോ മാനസ് സരോവർ, അതായത് മാനസ സരോവരം? ഐതിഹ്യം പറയുന്നത് അതേ എന്നാണ്. ആരുടെ മനസ്സിലാണ് ഈ സുന്ദരമായ തടാകം ഉണ്ടായതെന്നറിയാമോ? സാക്ഷാൽ ബ്രഹ്മദേവന്റെ മനസ്സിൽ നിന്നുണ്ടായതത്രേ മനോഹരമായ മാനസരോവരം. ഭൂമിയിൽ ദേവഗന്ധർവ യക്ഷ കിന്നര വിദ്യാധരന്മാർ വിനോദിച്ചിരുന്ന തടാകമായാണ് പുരാണങ്ങൾ മാനസരോവരത്തെ അടയാളപ്പെടുത്തുന്നത്. സാത്വികരായ അമാനുഷിക ശക്തികൾ ഇന്നും ഈ തടാകത്തിൽ നീരാട്ടിനെത്തുന്നു ഓരോ രാത്രികളിലുമെന്ന വിശ്വാസം, പ്രത്യേകിച്ച് പൗർണമി രാവുകളിൽ. അളകാപുരിയിലെ കുബേര രാജധാനിയിൽ നിന്ന് അപ്സരസുന്ദരി രംഭ മടങ്ങുന്ന വേളയിൽ മാനസ സരോവരത്തിൽ കുളിച്ച് അമരാവതിയിലേക്ക് മടങ്ങാൻ നിൽക്കുമ്പോഴാണ് രാവണന്റെ വരവ്. രംഭയുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ച് അവളെ പ്രാപിക്കാൻ ചെന്ന രാവണനെ രംഭ ശപിക്കുന്നുണ്ട്. ആ രംഗത്തിന് സാക്ഷിയായിരുന്ന, അഥവാ അത് നടന്നത് ഈ മാനസരോവരത്തിന്റെ കരയിലാണ്. ഈ കഥ വാൽമീകി രാമായണത്തിൽ കാണാം. നമ്മുടെ പുരാണങ്ങളിലെ പല സംഭവങ്ങളുടെയും രംഗസ്ഥലം മാനസരോവരമോ അതിന്റെ കരയോ ആണ്. ദേവനഗരമായ അമരാവതിയിൽ പോലും ഇത്രയും അഴകുള്ള ഒരു സരോവരമില്ലെന്നാണ്. യുഗങ്ങളായി ദിവ്യജന്മങ്ങൾ നീരാടാറുള്ള, അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്ന മാനസരോവരത്തെ വിശ്വാസികൾ ആരാധിക്കാറുണ്ട്. പ്രത്യേകം അതിനെ പൂജിക്കാറുണ്ട്. ഈ ഭൂമിയിൽ തന്നെ ഏറ്റവും ഉയരത്തിലായി സ്ഥിതി ചെയ്യുന്ന ആ ശുദ്ധജല തടാകത്തിലെ ജലം മന്ത്രപവിത്രമായി കണക്കാക്കുന്നു. അതിലെ സ്നാനം മനുഷ്യന് മുക്തി പ്രദാനം ചെയ്യുന്നതായി വിശ്വസിക്കുന്നു. ശൈത്യകാലത്ത് മാനസരോവരം മഞ്ഞുറഞ്ഞു കിടക്കാറുണ്ട്. അപ്പോൾ അതിന് മറ്റൊരു ഭാവമാണ്, സൗന്ദര്യത്തിന്റെ മറ്റൊരു മുഖമാണ്. നമ്മുടെ പൂർവികർ, പുരാണങ്ങൾ മാനസരോവരത്തെ പലതായി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. സാത്വിക ഗുണപ്രധാനമായ ഒരു തീർത്ഥമായി തന്നെ പൊതുവിൽ ഇതിനെ കണക്കാക്കുന്നു. ഗംഗാസ്നാനത്തേക്കാൾ മീതെയാണ് മാനസരോവർ സ്നാനം എന്നൊരു വിശ്വാസം പോലുമുണ്ട്. ഗംഗയിലേക്ക് എത്തിപ്പെടാൻ ഇത്രയും പ്രയാസമില്ല. പക്ഷേ മാനസരോവരിലേക്ക് എത്തിപ്പെടുക അതികഠിനം തന്നെ, അതിൽ സംശയമില്ല. ഒരുപക്ഷെ അതിനാലുമാകാം ഇങ്ങനെ ഒരു വിശ്വാസമുണ്ടായത്. മാനസരോവരം സൂര്യനെ, പകലിനെ പ്രതിനിധീകരിക്കുന്നു. തെളിച്ചമായും വെളിച്ചമായും ഒക്കെ ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതിനൊരു കാരണവുമുണ്ട്. അത് വഴിയേ പറയാം. സാത്വിക ചൈതന്യമുള്ള ദേവതമാരുടെ അദൃശ്യ സാന്നിധ്യം സദാ മാനസരോവരനും അതിന് ചുറ്റുമുള്ള പ്രദേശത്തുമുള്ളതായി കണക്കാക്കുന്നു. ടിബറ്റിന്റെ തലസ്ഥാന നഗരമായ ലാസയിൽ നിന്നും ഏറെ അകലെയാണ് ഈ ശുദ്ധജല തടാകം. ബൗദ്ധർക്കും ഈ തടാകം വളരെ പ്രധാനപ്പെട്ടതാണ്. സുപ്രബുദ്ധന്റെ മകളായ റാണി മായാദേവി മാനസരോവറിന്റെ കരയിൽ വെച്ചാണ് സിദ്ധാർത്ഥ രാജകുമാരനെ ഗർഭം ധരിക്കുന്നത് എന്നൊരു വിശ്വാസം പ്രചാരത്തിലുണ്ട്. അതിനാലാണ് ബൗദ്ധർക്കും മാനസരോവർ വിശുദ്ധ തീർത്ഥമാകുന്നത്. മാനസരോവറിന്റെ തീരത്തിന് സമീപത്തായി ബൗദ്ധ സന്യാസി മഠങ്ങളെല്ലാം തന്നെ ലോകത്തിന് ധർമ്മബോധം സംഭാവന ചെയ്ത ഗൗതമ ബുദ്ധൻ മാനസ സരോവര തീരത്തുവെച്ച് പല ആയിരം വർഷങ്ങൾക്ക് മുൻപ് മാതൃഗർഭത്തിൽ കരുവായ മുഹൂർത്തം ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ ബൗദ്ധർ ധ്യാനത്തിലും ഹിന്ദു സന്യാസിമാർ തപസ്സിലും മുഴുകുന്നു. ഇന്നും ആ പതിവിന് വലിയ മാറ്റമൊന്നുമില്ല. ഇതിനെ ചുറ്റിയുള്ള ഗുരിലമന്ധാത എന്ന പർവ്വതങ്ങളും നിഗൂഢ സ്വഭാവമുള്ളതാണ്. 90 കിലോമീറ്ററുകളോളം ചുറ്റളവിൽ വ്യാപിച്ചു കിടക്കുന്ന മാനസരോവരം ഒരു മഹാത്ഭുതകരമായ പ്രകൃതി സൃഷ്ടി തന്നെയാണെന്നതിൽ സംശയം വേണ്ട.